Hello all. So previous class we discussed about the author G. Patel and his works and the movement associated with him, that is Green Movement. And we discussed about the poem, the first stanza, etc. So now we are moving to the second stanza, and that is: so hack and chop, but this alone won't do it. Not so much pain will do it. The bleeding bark will heal, and from close to the ground will rise curled green twigs. Miniature boughs, which is unchecked, will expand again to form a size. സോ പ്രീവിയസ് സ്റ്റാൻസിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഒരൊറ്റ സിമ്പിൾ ജാബ് ഓഫ് നൈഫ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വി കാണ്ട് കില്ല് ട്രീ. അത് വളരെ കാലം എടുത്തിട്ട് ഇയേഴ്സ് ഓഫ് സൺലൈറ്റ്, എയർ, വാട്ടർ ഒക്കെ കൊണ്ടിട്ടാണ് അതിൽ നിന്ന് ഓരോ സ്പ്രൗട്ടും ഉണ്ടായിട്ടുള്ളത്. സോ വി കാണ്ട് കിൽ ഇറ്റ് വെരി ഈസിലി. സോ സെക്കൻഡ് സ്റ്റാൻസ, ഇറ്റ്സ് അബൌട്ട് ബ്ലീഡിങ് ബാർക്ക്. സോ ബ്ലീഡിങ് ബാർക്ക് മീൻസ് നമ്മൾ ആ മരത്തിൻ്റെ എവിടെയെങ്കിലും മുറിച്ച് കഴിഞ്ഞാൽ ഒരു പശ പോലെയുള്ള സംഭവം വരും. ചില മരത്തിന് ക്രീം ഓർ യെല്ലോയിഷ് കളറായിരിക്കും, ആൻഡ് മിക്കതിനും ഈ റെഡിഷ് കളറായിരിക്കും. സോ ദാറ്റ് ഈസ് ബ്ലീഡിങ് ബാർക്ക്. സോ ഹാക്ക് ആൻഡ് ചോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് റഫ്ലി ബൈ സ്ട്രൈക്കിംഗ് ഹെവി ബ്ലോസ്. നമ്മൾ ആഞ്ഞു വെട്ടുന്നതിനെയാണ് ഹാക്ക് എന്ന് പറയുക. ചോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ണം കഷ്ണാക്കുന്നത്. ബട്ട് ദിസ് എലോൺ വോണ്ട് ഡു ഇറ്റ്. അപ്പോൾ നമ്മൾ ഹാക്ക് ചെയ്താലും ചോപ്പ് ചെയ്താലും എന്താണ്, ഒരു മരത്തിന് നമുക്ക് പൂർണ്ണമായിട്ട് കൊല്ലാനായിട്ട് പറ്റില്ല. നോട്ട് സോ മച്ച് പെയിൻ വിൽ ഡു ഇറ്റ്. അത് അങ്ങനെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിന് കുറച്ച് വേദനയാവുമായിരിക്കും, ബട്ട് അത്രയ്ക്കൊന്നും അതിൻ്റെ ഒരു ആഘാതം ഈ മരത്തിന് ഏൽക്കില്ല. ദ ബ്ലീഡിങ് ബാർക്ക് വിൽ ഹീൽ പറയാണ്. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജസ്റ്റ് ഒരു വെട്ട് വെട്ടിക്കഴിഞ്ഞാൽ, ഒത്തിരി ആഴത്തിലുള്ളൊരു വെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്ലീഡിങ് ബാർക്ക്, അതായത് ഇങ്ങനെ പുറത്തോട്ടേക്ക് ആ പശ പോലത്തെ സംഭവം, അത് മരത്തിൻ്റെ ബ്ലഡ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. അതിങ്ങനെ ഒഴുകി വരും. അത് എന്ത് സംഭവിക്കും? ഇപ്പം നമുക്കാണെങ്കിൽ ഒരു മുറിവ് പറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറേ കഴിഞ്ഞാൽ ആ ചോര നിൽക്കും, ആ മുറി ഉണങ്ങും. ദ സെയിം പ്രോസസ് ഇസ് ഹാപ്പനിങ് ഹിയർ. മരത്തിന് എന്ത് സംഭവിക്കും? ആദ്യം കുറേശ്ശെ പശ പോലെ വരും, ദെൻ 2-3 ദിവസം കഴിയുമ്പോഴേക്കും അത് ഉണങ്ങും. ദ ബ്ലീഡിങ് ബാർക്ക് വിൽ ഹീൽ, ആൻഡ് ഫ്രം ക്ലോസ് ടു ദ ഗ്രൗണ്ട് will raise curled green twigs, miniature boughs. അപ്പോൾ പറയാണ്, ഇപ്പോൾ ആ വെട്ടിയ ഭാഗത്ത് നിന്ന് എന്ത് സംഭവിക്കും? ഗ്രീൻ ട്വിഗ്സ്, അതായത് മുള പൊട്ടുന്നതിനെയാണ് ഇവിടെ കേൾഡ് ഗ്രീൻ ട്വിഗ്സ് എന്ന് പറയുന്നത്. മുള ഇങ്ങനെ പൊട്ടുന്നത് എങ്ങനെയാണ്? ആദ്യം ഇങ്ങനെ ചുരുണ്ടിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ വിത്തൊക്കെ മുളയ്ക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു പയർ വിത്തൊക്കെ ആണെങ്കിൽ അതെങ്ങനെയാണ് മുളച്ച് വരിക? ആ വിത്തിൻ്റെ ഉള്ളിൽ ആദ്യം ഇങ്ങനെ ചുരുണ്ടിരിക്കുകയായിരിക്കും, പിന്നെ അതിന് മെല്ലെ നിവർന്ന് ഇല പുറത്തേക്ക് വരുന്നു, പിന്നെ ഇലകൾ ഇങ്ങനെ വലുതായി വരും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ബ്ലീഡിങ് ബാക്സ് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ മുറിച്ച ഭാഗത്തു നിന്ന് എന്ത് സംഭവിക്കും? മിനിയേച്ചർ ബോസ് വരും, അതായത് ചെറുതായിട്ട് ഇങ്ങനെ തൈ ഇങ്ങനെ മുളച്ചു വരും. ദാറ്റ് ഈസ് മിനിയേച്ചർ ബോസ്. അത് ബോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിങ്ങനെ വളഞ്ഞിട്ടായിരിക്കും. ലേറ്റർലി അതെന്തായിരിക്കും? ഇങ്ങനെ ഉയർന്ന് വരും. വിച്ച് ഇഫ് അൺചെക്ഡ് വിൽ എക്സ്പാൻഡ് അഗെയിൻ ടു ഫോർമൽ സൈസ്. ഇഫ് ഇറ്റ് ഈസ് അൺചെക്ഡ്, നമ്മളിപ്പോൾ അത് നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല, നമ്മൾ കെയർലെസ് ആയിട്ട് വിട്ട് കളഞ്ഞു. ചെറിയത് പൊട്ടിമുളച്ച് വരല്ലേ, കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ട് കളഞ്ഞാൽ വിൽ എക്സ്പാൻഡ് അഗെയിൻ ടു ഫോർമർ സൈസ്. അതെന്ത് സംഭവിക്കും? വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് വലുതായി പഴയ പോലൊരു മരമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഇരട്ടിയായിരിക്കും മുളച്ച് വരിക. ഇപ്പോൾ നമ്മൾ പറയും മരത്തിൻ്റെ അവിടെ നിന്ന് എന്താണ് ഇങ്ങനെ മുള പൊട്ടിയിട്ടുണ്ടെന്ന് പറയും.
ചിലപ്പോൾ ആ വെട്ടിയ സ്ഥലത്തു നിന്ന് ഒരു വശത്തു നിന്ന് മാത്രമായിരിക്കില്ല ഈ മുളച്ച് പൊന്തിയിട്ടുണ്ടാവുക, 2-3 സ്ഥലത്തു നിന്ന് മുളച്ച് പൊന്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, അത് വലുതായിട്ട് 2-3 മരങ്ങൾ ഒരുമിച്ച് വളർന്ന അവസ്ഥയായിരിക്കും. ഇപ്പോൾ ബ്രാഞ്ചസ് ആണെങ്കിൽ നമ്മൾ വെട്ടിയ ഒരു ബ്രാഞ്ച് ആണെങ്കിൽ വലുതായി വരുമ്പോൾ 2-4 ബ്രാഞ്ച് വലുതായി വന്നിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അതെന്താണ്, ഇഫ് അൺചെക്ഡ്, നമ്മൾ നോക്കിയില്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി അത് വലുതാവും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ നമ്മൾ മരം വെട്ടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ നമ്മളൊന്ന് വെട്ടിപ്പോയി ആഫ്റ്റർ 1 month or 2 months കഴിയുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടി കൊമ്പുകൾ അതിൻ്റെ മുകളിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വെട്ടിയാലോ ഓർ ചില്ലകൾ ഒടിച്ചു കളഞ്ഞാലൊന്നും എന്ത് സംഭവിക്കില്ല, ഈ മരത്തിന് മരണം സംഭവിക്കില്ല. അത് വീണ്ടും ചിലപ്പോൾ ഇരട്ടിയായിട്ട് മുളച്ചു വരും. Humans cut and chop the bark of trees into many pieces, but that is not sufficient to destroy the tree. The point of the tree which gets cut gives out sap just like a human being's bleeds. Gradually, this wood heals and from there new branches start growing again. അപ്പോൾ ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് വാഴേനെ പറയാം. ഒരു വാഴ നമ്മൾ വെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നിന്ന് വാഴക്കന്നുകൾ പൊട്ടിയിട്ട് എന്ത് സംഭവിക്കും, വേറെ കുറേ വാഴകൾ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ. No, the root is to be pulled out of the anchoring earth. It is to be roped, tied and pulled out, snapped out or pulled out entirely, out from the earth cave, and the strength of the tree exposed, the source white and wet, the most sensitive hidden for years inside earth. അപ്പോൾ പറയാണ്, ഇനി മരത്തിനെ കൊല്ലാനുള്ള ഒരേ ഒരു മാർഗം എന്താണ്, the root is to be pulled out, വേരോടക്കനെ പറിക്കണം. അപ്പോൾ ഇവിടെ റൂട്ട് എന്താണ്, ഇറ്റ് ഈസ് ആങ്കറിങ് എർത്ത്, അതായത് നമ്മുടെ എർത്തിൽ മരത്തിനെ പിടിച്ചു നിർത്തുന്ന ആ ഒരു ആങ്കർ, ഒരു കൊളുത്താണ് ഈ റൂട്ട്. അപ്പോൾ റൂട്ട് എങ്ങനെയാണ്, ആ മണ്ണിൻ്റെ അടിയിലേക്ക് വളരെ ആഴത്തിലിറങ്ങിപ്പോയിട്ട് മരത്തിന് സ്ട്രെങ്ത് കൊടുക്കുന്നതാണ് റൂട്ട്. ഓക്കെ, ദ സ്ട്രെങ്ത് ഓഫ് എ ട്രീ എന്ന് പറയുന്നത് എന്താണ്, റൂട്ടാണ്. അപ്പോൾ ആ റൂട്ട് നമ്മൾ പുറത്തോട്ട് എടുക്കണം. ഇറ്റ് ഈസ് ടു ബി റോപ്ഡ്, ആദ്യം നല്ലോണം കെട്ടണം, ടൈറ്റ് ആൻഡ് പുൾഡ് ഔട്ട്, സ്നാപ്ഡ് ഔട്ട് ഓർ പുൾഡ് ഔട്ട് എൻറ്റേർലി. എന്ത് ചെയ്യണം, നല്ലോണം ഇളക്കിയിട്ട് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കിയൊന്നും അവിടെ നിർത്താൻ പാടില്ല, ഫുള്ളായിട്ട് നമ്മൾ കുഴിച്ച് എൻറ്റയർ റൂട്ട് നമ്മൾ പുറത്തോട്ട് എടുക്കണം. ഔട്ട് ഫ്രം ദ എർത്ത് കേവ്. അപ്പോൾ എർത്ത് കേവ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൂട്ട് കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്താണ്, എർത്തിൻ്റെ മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് നമ്മൾ കുഴിച്ചെടുക്കുന്നത്. സോ സ്വാഭാവികമായിട്ട് അവിടെ എന്താ, ഒരു ഹോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയാണ് ഇവിടെ എർത്ത് കേവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മരത്തിൻ്റെ റൂട്ടിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്തു. ദ സ്ട്രെങ്ത് ഓഫ് ദ ട്രീ എക്സ്പോസ്ഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രീയുടെ സ്ട്രെങ്ത് എന്താണ്, റൂട്ടാണ്. റൂട്ടില്ലെങ്കിൽ ട്രീ ഇല്ല. ദ സോഴ്സ്, പിന്നെ അതിന് മിനറൽസ്, വാട്ടർ ഒക്കെ കിട്ടുന്ന സോഴ്സാണ് റൂട്ട്. വൈറ്റ് ആൻഡ് വെറ്റ്. ഇപ്പോൾ എപ്പോഴും വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് റൂട്ടായ കാരണം റൂട്ട് ഈസ് ഓൾവേസ് വെറ്റായിരിക്കും. പിന്നെ അതിൻ്റെ കളർ എന്താണ്, വൈറ്റ് കളറാണ് റൂട്ടിൻ്റെ. അപ്പോൾ ചളി വരേണ്ട കാരണമാണ് അതിൻ്റെ ആ വൈറ്റ് കളർ നമുക്ക് കാണാത്തത്. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വൈറ്റ് കളറ് കാണാനായിട്ട് പറ്റും. പറയണ ആ വൈറ്റ് കളറാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. വൈറ്റ് ആൻഡ് വെറ്റ് മീൻസ് വാട്ടർ അബ്സോർവ് ചെയ്യുന്ന കാരണമാണ് അത് വെറ്റായിട്ടിരിക്കുന്നത്. ദ മോസ്റ്റ് സെൻസിറ്റീവ്, ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള പാർട്ടുമാണ്. ഇപ്പോൾ റൂട്ടിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താണ്, ആ ട്രീനെ എൻറ്റയർലി അത് എന്ത് സംഭവിക്കും, എഫക്റ്റ് ചെയ്യും. അതാണ് ആ റൂട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ പറയും ചിലപ്പോൾ ഈ മരം ഉണക്കണമെങ്കിൽ റൂട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. സോ ആ മരം ഓട്ടോമാറ്റിക്കലി എന്താണ്, ഉണങ്ങിക്കോളും. അപ്പോൾ അതാണ് ആ റൂട്ടിനെ സെൻസിറ്റീവ് പാർട്ട് എന്ന് പറയാനുള്ള കാരണം. മോസ്റ്റ് സെൻസിറ്റീവ്, ഹിഡൻ ഫോർ ഇയേഴ്സ് ഇൻസൈഡ് എർത്ത്. കുറേ കാലങ്ങളായിട്ട് സെൻസിറ്റീവ് പാർട്ടായതുകൊണ്ടാണ് അതിനെന്ത് ചെയ്തിരിക്കുന്നത്, മണ്ണിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എർത്തിൻ്റെ ഉള്ളിൽ
വെച്ചിരിക്കുന്നത്, ഭദ്രമായി വെച്ചിരിക്കുന്ന പാർട്ടാണ് റൂട്ട്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ട്രീ ആൻഡ് ഇറ്റ് ഈസ് ദ ആങ്കറിങ് പാർട്ട്. അപ്പോൾ ഇതിനെ എന്താണ് നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ വർഷങ്ങളായി ഒളിപ്പിച്ചു വെച്ച സെൻസിറ്റീവ് പാർട്ടിനെ പുറത്ത് കൊണ്ടുവരുന്നതിനോട് കൂടി ഒരു ട്രീയുടെ നാശം ഏകദേശം പൂർണ്ണമായി എന്ന് നമുക്ക് പറയാം. ഇവിടെ ആങ്കറിങ് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീസ് ആർ ഹെൽഡ് സെക്യൂർലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ റൂട്ട്സ് ഇൻ ദ എർത്ത്. സ്നാപ്ഡ് ഔട്ട് മീൻസ് ചോപ്ഡ് ഔട്ട്. അപ്പോൾ ഇവിടെ സെക്യൂറായിട്ട് ട്രീനെ സംരക്ഷിക്കുന്ന, ട്രീക്ക് സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു സാധനമാണ് റൂട്ട്. അതാണ് പുറത്തേക്ക് എടുത്തത്. The poet says that in order to kill the tree, it has to be uprooted. One has to separate the tree from the earth which supports it. The root of the tree binds the tree with the soil in the pit of the earth. From there, the most sensitive and hidden part of the tree, the root, have to be detached. The roots are white in color and are damp. പറയാണ് ട്രീയുടെ റൂട്ട് പുറത്തേക്ക് എടുത്തോടുകൂടി ഒരുവിധം കംപ്ലീറ്റ് ആയി. The last stanza. Then the matter of scorching and choking in sun and air, browning, hardening, twisting, withering, and then it is done. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ട്രീ നശിച്ചു എന്ന് പറയണമെങ്കിൽ ഇനി നെക്സ്റ്റ് ഈ പ്രോസസ്സും കൂടി കടന്നു പോകേണ്ടതുണ്ട്. സ്കോർച്ചിങ് ആൻഡ് ചോക്കിങ്, ദ ഡ്രൈയിങ് അപ്പ് ഓഫ് ദ ട്രീ ആഫ്റ്റർ ബീയിങ് അപ്രൂട്ടഡ്. നമ്മൾക്കറിയാം മരം വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മരത്തിന് എന്ത് ചെയ്യും, അപ്രൂട്ടഡ്, റൂട്ടും അടക്കം പുറത്തേക്ക് എടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പീസ് പീസായി മുറിച്ചിട്ട് ഉണക്കാനായിട്ട് ഇടുന്നു, ഡ്രൈ ആവാനായിട്ട് ഇടുന്നു. സൺ, എയർ, അതായത് സൺലൈറ്റും എയറൊക്കെ കൊണ്ട് അതിനെ എന്ത് ചെയ്യാണ്, ഉണക്കാനായിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ദെൻ ബ്രൗണിങ്, അതായത് ഉണങ്ങും തോറും അതിൻ്റെ കളറ് മാറി മാറി വരും, ബ്രൗണിഷ് കളറാവും. ദെൻ ഹാർഡനിങ്, അതിൻ്റെ കട്ടി എന്താണ് ഒന്നും കൂടി കൂടി വരും. ദെൻ ട്വിസ്റ്റിംഗ്, വിതറിങ്, ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡൺ. ദ ട്വിസ്റ്റിംഗ്, വിതറിങ് എന്നൊക്കെ പറയുന്നത് ബ്രൗണിഷ് കളറായിട്ട് ഒന്ന് ഹാർഡായിട്ട് വരുന്ന ആ ഒരു സംഭവത്തിനെയാണ്. ദെൻ പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, വിറകിന് ആവശ്യമുള്ളവരാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ അത് കട്ട് ചെയ്ത് നമ്മളെടുത്ത് യൂസ് ചെയ്യുന്നു. അപ്പം അങ്ങനെയൊന്നും ഉപയോഗിക്കാത്തവരാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, ചെതൽ വരും. ചെതൽ വന്നിട്ട് അതങ്ങനെ ദ്രുവിച്ച് പോവും. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡൺ. അതോടുകൂടി ഒരു ട്രീയുടെ നാശം പൂർണ്ണമായി. But once the tree has been uprooted, then gradually it withers and dries up with the action of heat and wind. The heat ആണ് sunlight, then wind. The trunk will become brown. Trunk എന്ന് പറഞ്ഞാൽ നമ്മുടെ തടീനെയാണ് പറയുന്നത്. Then twist and will harden. Finally, the tree will die this way. അങ്ങനെ അവസാനം ഈ ഒരു ട്രീ മരണപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓഫ് കില്ലിങ് എ ട്രീ ആണ്. പക്ഷേ ആക്ച്വലി ഇറ്റ് ഈസ് എൻ ഐറണി ആൻഡ് സർക്കാസം എഗെയിൻസ്റ്റ് ദ ക്രുവാലിറ്റീസ് ഓഫ് മെൻ, അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ മനുഷ്യരോട് ശരിക്കും ഇവിടെ കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്താണ്, ടു പ്രൊട്ടക്റ്റ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ടു പ്രൊട്ടക്റ്റ് എ ട്രീ എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ ലിറ്റററി ഡിവൈസസ് വരുന്നുണ്ട്. ആക്ച്വലി ദർ ഇസ് നോ റൈമിങ് സ്കീം. ഇത് ഫ്രീ വേർഡ്സ് ആണ്, അതായത് പ്രത്യേകിച്ച് റൈമിങ് സ്കീമോ അല്ലെങ്കിൽ മീറ്റേഴ്സ് അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല, ഫ്രീ വേഴ്സിലാണ് എഴുതിക്കുന്നത്. Then next one ആണ് enjambment. It is very important. Enjambment means when one sentence continues into two or more lines. അതായത് ഒരു സെൻറ്റൻസ് തന്നെ നെക്സ്റ്റ് ലൈനിലോട്ടും കൂടി കണ്ടിന്യൂ ചെയ്യുന്നു. അത് ചിലപ്പോൾ അവിടെ ബ്രേക്കിങ്ങോ അതായത് ഹൈഫണോ കോമയോ അങ്ങനെയൊന്നും ഇടണമെന്ന് ഇല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോട്ട് എ സിമ്പിൾ ജാബ് ഓഫ് ദ നൈഫ്. അതിൻ്റെ ബാക്കി സെൻറ്റൻസ് നെക്സ്റ്റ് ലൈനിലാണ്, വിൽ ഡു ഇറ്റ്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ഗ്രോൺ, അതിൻ്റെ ബാക്കി അടുത്ത ലൈനിലാണ്, സ്ലോലി കൺസ്യൂമിങ് ദ എർത്ത്. പിന്നെ റൈസിങ് ഔട്ട് ഓഫ് ഇറ്റ്, ദെൻ ഫീഡിങ്
കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ലൈൻ വരുന്നത് അപ്പോൺ ഇറ്റ്സ് ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് താഴത്താണ്. അപ്പോൾ ഇതാണ് എൻജാബ്മെൻറ്റ്. അതായത് വെൻ വൺ സെൻറ്റൻസ് കണ്ടിന്യൂസ് ഇൻ ടു ഓർ മോർ ലൈൻസ്, ഒരു സെൻറ്റൻസിൻ്റെ ബാക്കി അതിൻ്റെ താഴത്തെ ലൈൻസുകളിലായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിനെയാണ് എൻജാബ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് മെറ്റഫർ. മെറ്റഫർ മീൻസ് ഇൻഡയറക്റ്റ് കമ്പാരിസൺ. ഇൻഡയറക്റ്റ് കമ്പാരിസനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. സോ ഇവിടെ 2 മെറ്റഫേഴ്സാണുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലെപ്രസ് ഹൈഡ്. ലെപ്രസ് ഹൈഡ് എന്നുള്ളതിന് ദ അൺഈവൻ കളർ ഓഫ് ദി സർഫേസ് ഓഫ് ദി ട്രങ്ക് ഓഫ് എ ട്രീ ഈസ് കമ്പയർഡ് ടു ദ സ്കിൻ ഓഫ് എ പേഴ്സൺ സഫറിങ് ഫ്രം ലെപ്രസി. അപ്പോൾ ഇവിടെ പറയുന്നത് ലെപ്രസി അറിയാലോ എന്താണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ ട്രീയുടെ ട്രങ്ക് അത് ഇറ്റ് ഈസ് കമ്പയർഡ് ടു ദ ലെപ്രസി പേഷ്യൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു കളർ ടോൺ മാറുന്നത് അങ്ങനെ മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുന്നു. ദെൻ ബ്ലീഡിങ് ബാർക്ക്. ബ്ലീഡിങ് ബാർക്ക് മീൻസ് ആ ഒരു സാപ്പ്, അതായത് ആ പശ പോലെയുള്ള ആ ട്രീയുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനം, അതെന്താണ്, അത് കമ്പയർഡ് ടു ദ ബ്ലീഡിങ് ഫ്രം ദ വൂണ്ട് ഇൻ എ ഹ്യൂമൻ ബോഡി, മനുഷ്യരുടെ മേത്തിൽ നിന്ന് വരുന്ന ബ്ലഡായിട്ട് കമ്പയർ ചെയ്യുന്നു. സോ അതാണ് മെറ്റഫറായിട്ട് വരുന്നത്. അപ്പോൾ 2 മെറ്റഫറാണ്, ലെപ്രസ് ഹൈഡും ബ്ലീഡിങ് ബാർക്കും. മരത്തിൻ്റെ തൊലി പോകുന്നതും മരത്തിൻ്റെ കളർ മാറുന്നതും ലെപ്രസി പേഷ്യൻ്റായിട്ട് കമ്പയർ ചെയ്യുന്നു. ബ്ലീഡിങ് ബാർക്ക് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ നിന്ന് സാപ്പ് വരുന്നത് മനുഷ്യരിൽ നിന്ന് ബ്ലഡ് വരുന്നതായിട്ട് കമ്പയർ ചെയ്യും. ഇനി നെക്സ്റ്റ് ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് അലിട്രേഷൻ. അലിട്രേഷൻ മീൻസ് ദ റിപ്പീറ്റേഷൻ ഓഫ് എ കോൺസണൻറ്റ് സൗണ്ട് ഇൻ 2 or more ക്ലോസ്ലി പ്ലേസസ് ഓർ വേർഡ്സ്. അപ്പോൾ ഒരു കോൺസണൻറ്റ് സൗണ്ട് സെയിം ലൈനിൽ ഇങ്ങനെ റിപ്പീറ്റഡായി വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 സ്ഥലത്താണ് അലിട്രേഷൻ വരുന്നത്. ബ്ലീഡിങ് ബാർക്ക്, അവിടെ ബ സൗണ്ട് ആൽഫബറ്റ് ബി ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്, ബ്ലീഡിങ് ബാർക്സ്. ദെൻ നെക്സ്റ്റ് വൈറ്റ് ആൻഡ് വെറ്റ്. വൈറ്റ് ആൻഡ് വെറ്റിൽ വ എന്നുള്ള സൗണ്ട് ഡബ്ല്യു എന്നുള്ള ആൽഫബറ്റാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഇനി 5th വൺ ലിറ്റററി ഡിവൈസ് റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷനിൽ എ വേർഡ് ഓർ സെൻറ്റൻസ് ഈസ് റിപ്പീറ്റഡ് ടു ലേ എംഫസിസ് ഓൺ ഇറ്റ്. റിപ്പീറ്റേഷനിൽ വരുന്നതാണ് പുൾഡ് ഔട്ട് ഇസ് റിപ്പീറ്റഡ്. പുൾഡ് ഔട്ട് പുറത്തെടുക്കുക, അത് റിപ്പീറ്റഡ് ചെയ്യുന്നു. അതായത് ഇറ്റ് ഷോയിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി ആക്ട്. നമ്മൾ ചെയ്യുന്ന ആക്ടിൻ്റെ ഇൻറ്റൻസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പുൾഡ് ഔട്ട് എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. Next is question answers. So we can discuss it later. ഇപ്പോൾ ലിറ്റററി ഡിവൈസ് വരെ എല്ലാവരും നല്ലപോലെ പഠിക്കാം. താങ്ക് യു.